ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്നത്തെ റെസിപ്പി ഞാൻ നോൺ വെജാണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസമായിട്ട് നമ്മൾ വെജിറ്റേറിയൻ അല്ലേ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കടായി ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. കടായി ചിക്കൻ എന്നറിയോ, ഏറ്റവും കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ബറോട്ടയുടെ കൂടെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നാടിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ബട്ടൂരയുടെ കൂടെ കഴിക്കുമ്പോൾ, ചുരുക്കം പറഞ്ഞാൽ മൈദയുടെ ഏതെങ്കിലും ഒരു പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനാണ് ഈ കടായി ചിക്കൻ ഏറ്റവും നല്ല ടേസ്റ്റ്. അതും ഞാനൊരു കാര്യം പറയാം, കടായി എന്ന് പറയുമ്പോൾ നമ്മൾ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത്, ഇരുമ്പ് ചീനച്ചട്ടിയിൽ. പക്ഷേ ഈ അടുക്കളയിൽ എനിക്ക് ഇരുമ്പ് ചീനച്ചട്ടി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഈ അടുപ്പിനുള്ള ഫ്ലെയിം അതിന് ഒക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക നോൺ സ്റ്റിക്ക് പാൻ എടുത്തേക്കുന്നത്. പക്ഷേ വീട്ടിലുണ്ടാക്കുമ്പോൾ ഞാൻ പറയുന്നത് കടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ല ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുകയെന്നേലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. കൊതിപ്പിച്ച് അതിൻ്റെ രുചി അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അതിനൊരു ഇൻഗ്രീഡിയൻ്റ് അറിയണ്ടേ, നല്ല ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. നോക്കിക്കോളൂ. ഇതിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ചിക്കനാണ് വേണ്ടത്. പിന്നെ കുറച്ച് ബോൺലെസ് ആവാം അല്ലെങ്കിൽ ബോണോട് കൂടി ആവാം, എന്നാണേലും കുഴപ്പമില്ലേ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഉപ്പ്, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കാശ്മീരി മുളക് പൊടിയാണ് നല്ലത്. പിന്നെ ഇച്ചിരി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് മതിയേ. പിന്നെ കുറച്ച് വറ്റൽ മുളക്, ഇത് സാധാ ആവാം, ഇത് കാശ്മീരിയാണ്. ഞാൻ എടുത്തത് കാശ്മീരിയാണ്, സാധാ ആയാലും കുഴപ്പമില്ല. പിന്നെ കുറച്ച് കുരുമുളക്, ഇച്ചിരി മല്ലി, പച്ചമല്ലിയ, കുറച്ച് ജീരകം, കുറച്ച് പെരുംജീരകം, നെയ്യ്, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കട്ടി തൈര് വേണേ, ഇത് കുറച്ച് ഫ്രഷ് ക്രീമാ, കുറച്ച് പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, ഉള്ളി ഒരെണ്ണം മതിയാവും, ടൊമാറ്റോ അതേപോലെ ഒരെണ്ണം മതി, ഇച്ചിരി ഗരം മസാല, കുറച്ച് മല്ലിയില. ഇത്രയും സാധനം വേണ്ട. ഇത്രയും സാധനം തന്നെ കുറച്ച് സാധനം ഉള്ളതെന്ന് ചോദിച്ചാൽ കുറച്ച് സാധനമല്ല, ഇച്ചിരി സാധനം ഉണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ്. ഇത് ഇച്ചിരി ശ്രദ്ധയായിട്ട് എഴുതിയെടുത്തില്ലേലുണ്ടല്ലോ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷൻസ് വരും. ഫസ്റ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഫസ്റ്റ് ചിക്കൻ എടുത്തേച്ച് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് വേണം, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി. എരിവ് വേണ്ടിയവർക്ക് നമ്മുടെ സാധാ മുളക് പൊടി ഇടുക, അല്ലാത്തവർ കാശ്മീരി ഇട്ടാനുള്ള ഗുണം എന്നാണെന്നറിയോ, കറിക്ക് ഒരു ഇച്ചിരി നിറം വരുവേ, എരിവും കാണുകയില്ല. പിന്നെ അതിൻ്റെ കൂടെ കുറച്ചൊരു ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ 1 കിലോ ഇറച്ചി ആന്നേൽ 1.5 വീതം, അതായത് 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും, അതാന്നു കണക്ക് 1 കിലോ ഇറച്ചിക്ക്. ഇതിപ്പോൾ ഞാനൊരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ബാക്കി എനിക്ക് ആ ഗ്രേവി ഉണ്ടാക്കാൻ നേരം ഇടാനുള്ളത്, അതുകൊണ്ട് ഇച്ചിരി ഇടത്തുള്ളൂ. ഹാഫ് പോർഷൻ ഇപ്പോഴും, ഹാഫ് പോർഷൻ ഗ്രേവിക്കും. ആ ഫുൾ മസാല ആ ഇറച്ചിയിൽ നല്ലോണം പെരട്ടി, കാലിൻ്റെ കഷ്ണമൊക്കെ ആന്നേൽ, ഇച്ചിരി മുഴുത്ത കഷ്ണമൊക്കെ ആന്നേൽ ആ കാലൊക്കെ ഇച്ചിരി ഒന്ന് വരഞ്ഞേച്ച് ഈ മസാല പുരട്ടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇറച്ചിക്ക് അകത്തോട്ട് അങ്ങ് ഇച്ചിരി പിടിക്കും. ഇറച്ചി അങ്ങോട്ട് പുരട്ടി വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ കറി ചെയ്തേച്ചാൽ മതി. ഈ അറ്റത്ത് ഇരിക്കട്ടെ, ഇനി കൈ കഴുകിയേച്ച് ബാക്കി തീ കത്തിച്ച് വെച്ച് ഈ പറഞ്ഞ പോലെ കടായി ആണെങ്കിൽ അങ്ങനെ, അതല്ല നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അങ്ങനെ. നമ്മൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്യുവാന്നേൽ ഞാൻ പറയുന്ന കടായിൽ ആ രുചി വരുന്നത്. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മൾ കുക്കിംഗ് ഒക്കെ കയറുവാന്നേൽ നോൺ സ്റ്റിക്ക് പാനാണ് ഏറ്റവും നല്ല കാര്യം. എന്നാന്നോ, അടി പിടിക്കാതിരിക്കുവേ. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് മസാല, അതായത് കടായി ചിക്കൻ്റെ മസാല നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. അത് ഡ്രൈ റോസ്റ്റാണ്. ഇതും ഞാൻ ഇടാൻ പോകുന്നത് കാശ്മീരി മുളകായിരുന്നേ. ഇതിന് എരിവില്ല, നിറവേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മസാലയ്ക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഒരു 6 വറ്റൽ മുളക് കിട്ടും. കാശ്മീരിയാണേ.
നമ്മൾ നേരത്തെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ കുരുമുളകും ഈ മുളകും ഒക്കെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പം ഞാൻ 1 ടീസ്പൂൺ ഇടാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയാന്നേലും ചേർക്കാമല്ലോ. മല്ലി പക്ഷേ ഒരുപാട് ഇടരുത്, കാര്യം ചിലപ്പോൾ ഒരു കുത്തലുണ്ടാവുമേ. മല്ലിയുടെ ചുവ മുന്നിട്ട് നിൽക്കുക, അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂടെ ഒരു കുറച്ച് ജീരകം, ഒരുപാട് വേണ്ട. കാര്യം എന്നാ അറിയാം, നമ്മൾ മലയാളികൾക്കുണ്ടല്ലോ ജീരകം ഒന്നും ഒത്തിരി അങ്ങോട്ട് പിടിക്കുകയില്ല. കടുകാ ഇഷ്ടം, പക്ഷെ ജീരകം അത്രയും പിടിക്കുകയില്ല. ഒരു 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടാം, അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലതാണ്. അന്നേച്ച് ഇതിനെ ഒന്ന് ഡ്രൈ റോസ്റ്റ്, അതായത് നമ്മുടെ മല്ലിയൊക്കെ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് അതിൻ്റെ നിറം ഒരു ഇച്ചിരി മാറി വരും. ഇത് ചീനച്ചട്ടിയിലൊക്കെ ചെയ്യുവാന്നേലുണ്ടല്ലോ ഇത്രയും നേരം പോലും എടുക്കുവല്ലേ, പെട്ടെന്ന് അങ്ങ് മൂക്കും. അന്നേരം ചീനച്ചട്ടിയെ ചെയ്യുമ്പോൾ സിമ്മേ വെച്ച് വേണം ചെയ്യാൻ, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസാല മൂത്ത് പോവും. അത് ഒത്തിരി മൂത്ത് പോയാലും കൊള്ളുകയില്ല. ഇതിനൊക്കെ ഒരു പരുവുണ്ട്, അതായത് നമ്മൾ മിക്സിയെ വെച്ച് പൊടിക്കുമ്പം ഇങ്ങനെ, ഇതൊക്കെ അമ്മ പറഞ്ഞു തരുന്നത് നമ്മുടെ വറ്റൽമുളകൊക്കെ ഇങ്ങനെ 2ആയിട്ട് പൊട്ടും, അതാന്നു അതിൻ്റെ ആ ഒരു പരുവെന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ശരിക്കും നമ്മൾ വറുത്തരച്ച് മട്ടൻ കറിയൊക്കെ വെക്കുവാന്നേൽ ഭയങ്കര ടേസ്റ്റാണ്. ഇതിനെ നല്ല പൗഡറായിട്ട് പൊടിച്ചെടുക്കും. എന്തായാലും ഇത് ആറാതെ നമുക്ക് എന്നായാലും പൊടിച്ചെടുക്കാൻ ഒക്കുകയില്ല. കാര്യം എത്രയായാലും മിക്സിയിലകത്ത് നമ്മുടെ ഈ അടുക്കള മുഴുവൻ ചീത്തയാവും, അത് നമുക്കറിയാമല്ലോ, തെറിക്കും. അപ്പോൾ ആ സമയം കൊണ്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനില്ലേ, അതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതായത് അത് പച്ച ചിക്കൻ ആയതുകൊണ്ട് ഒരിച്ചിരി സമയം എടുക്കും അതൊന്ന് മൂത്ത് വരാനായിട്ട്. അതിനായിട്ട് മൂക്കാനായിട്ട് എണ്ണയല്ല നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഫാറ്റുള്ള ഒരു നല്ലൊരു റിച്ച് ഫുഡാണോ എന്ന് ചോദിച്ചാൽ ആണ്, ഇല്ലെന്ന് പറയുന്നില്ല. കാര്യം കള്ളത്തരം പറയാൻ അറിയാമല്ല, അതുകൊണ്ടാണ്. ഇതിനകത്ത് ഫ്രഷ് ക്രീമും എല്ലാം വരുന്നുണ്ട്, നേരെ നല്ലൊരു ഫാറ്റുണ്ട്. ഉടനെ മറിച്ചിട്ടെന്നും പറഞ്ഞുകൊണ്ടൊന്നും ഇത് മൂക്കുകയല്ല, ഇതിനൊരു ഇച്ചിരി സമയം എടുക്കും. എന്നാന്നറിയോ, പച്ച ചിക്കൻ അല്ല, അന്നേരം അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്ന് അതൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഒരു ഇച്ചിരി സമയം എടുക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ ആ സ്റ്റോക്കും എല്ലാം അതിനകത്ത് തന്നെ കിടന്ന് ചിക്കൻ വെന്ത് വരുന്നതിനാണ് ടേസ്റ്റ്. ഇപ്പോൾ ഈ ഒരു സൈഡ് മറിച്ചിട്ടപ്പോഴത്തേന് അതെല്ലാം മൂത്ത് കഴിഞ്ഞു. പക്ഷേ ചിക്കൻ വെന്തോന്ന് ചോദിച്ചാൽ വെന്തിട്ടില്ല. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് വരുമ്പോഴേ ചിക്കൻ വേവത്തുള്ളൂ. രണ്ട് സൈഡും നല്ലതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. രണ്ട് സൈഡും പോരാ, മൊത്തം ആ ചിക്കൻ ഒന്ന് മൊത്തത്തിൽ മൊരിഞ്ഞാൽ നല്ലതാണ്. 4 വശവും. ഇനി നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാല പൊടിക്കണം. അഥവാ അത് ഇച്ചിരി മഷി പോലെയൊക്കെ പൊടി പൗഡർ പോലെ അരഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അരയ്ക്കാവുന്നേ ഉള്ളൂ. അതെന്നാന്ന് വെച്ചാൽ ഒരുപാട് പൊടിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത്ര മൂപ്പ് പോരാന്നല്ലേ. അഥവാ പോരാൻ തോന്നുവാന്നേൽ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് നല്ല മഷി പോലെ അരച്ചെടുത്തേച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇനി എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇങ്ങനെ എടുക്കുക. ചീനച്ചട്ടി ആന്നേലും ഒരു ഇച്ചിരി സ്ഥലമൊക്കെ ഉണ്ട് വഴട്ടാനും ഒക്കെ ആയിട്ട്. ഇതിനകത്ത് അതിനൊന്നും ഇല്ല. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോവാ, ചിക്കൻ ആദ്യം ഇങ്ങോട്ടൊന്ന് എടുത്തേച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് വഴറ്റിയേച്ച് ഞാൻ ഇതിടാവേ. ഇതിനകത്തോട്ട് തീ ഉറച്ച് വെച്ച് കുറച്ച് വെളുത്തുള്ളി, അതായത് നമ്മൾ നേരത്തെ എടുത്ത 1.5 സ്പൂണിൻ്റെ ബാക്കി 1.5 സ്പൂണാണേ. ഇത് അരിഞ്ഞിട്ടേക്കും. അപ്പോൾ നമുക്കറിയാമല്ലോ അതിൻ്റെ അളവ് എന്തോരാന്ന്. ഇഞ്ചി ഇച്ചിരി കൂട്ടണ്ട, കുറച്ച് ഇഞ്ചി കുറച്ചോ.
സിമ്മേലാണ് വെച്ചേക്കുന്നത്, ഒട്ടും തീ കൂട്ടണ്ട. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. അന്നേച്ച് ഈ പൊടി ഇച്ചിരി ഒന്ന് മൂക്കണം. അധികം നേരം എടുക്കുകയില്ല. എന്നാന്ന് വെച്ചാൽ ചീനച്ചട്ടി ആയാലും ഇപ്പം എൻ്റെ ഈ പാൻ ആന്നേലും നല്ല ചൂടായിട്ടിരിക്കുക, അന്നേരം ഒത്തിരി നേരം എടുക്കുകയില്ല. ഇതിനകത്തോട്ട് ഇച്ചിരി അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി തൈര് ചേർക്കണം. തൈര് എന്നാന്നോ നമ്മൾ ചേർത്തേച്ച് തൈര് ചേർക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പിരിഞ്ഞ് വരുവേ. ആ പിരിഞ്ഞ് വരുന്നത് നിന്നോട്ടെ. ആ ഗ്രേവി ആയിട്ട് നല്ലോണം അങ്ങ് ചേർന്ന് വരുമ്പോൾ ആ പിരിഞ്ഞുള്ളത് കാണുകയില്ല. ഇപ്പോൾ ശരിക്കും നമ്മൾ ആ തൈര് ചേർത്തായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ തൈര് ചേർക്കുമ്പോൾ തന്നെ അത് ഇച്ചിരി പിരിഞ്ഞ പോലെ ആവുമെന്ന്. കണ്ടോ, ആ ഗ്രേവി ആയിട്ട് നല്ലോണം ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാല ചേർക്കണം. ഒരു ഫുൾ ടീസ്പൂൺ ഇട്ടോ. എന്നാന്നോ ഒത്തിരി നമുക്ക് ഇറച്ചി ഞാൻ എടുത്തിട്ടില്ലല്ലോ, ഒരു ഇച്ചിരിയല്ലേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന അളവ് അനുസരിച്ച് പൊടി ചേർത്തേച്ചാൽ മതിയേ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടുവാണേ. ഇപ്പോൾ നമ്മൾ ആ മസാല ചേർത്തേക്കുക, ഇറച്ചിയും ചേർത്തേ. പക്ഷെ മസാല നമ്മൾ ഡ്രൈ ആയി അതിനൊരു ഇച്ചിരിയല്ലേ ആയുള്ളൂ. പക്ഷേ ആ ഇറച്ചിയിലോട്ട് ആ മസാല പിടിക്കാനായിട്ട് നമ്മളൊരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മസാല അതൊന്നും പിടിക്കത്തുള്ളൂ ഇറച്ചിയല്ലേ. ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങ് ഒഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നരുത്. ഞാൻ അളവ് നോക്കി വെച്ചാൽ ഒഴിക്കുന്നേ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു ഇച്ചിരി ഉപ്പിടുക. നേരത്തെ നമ്മൾ എന്നാ പറഞ്ഞ ഇറച്ചിയിൽ ഇച്ചിരി ഉപ്പ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പോരാ, ഗ്രേവിയെ ചേർക്കണം. പിന്നെ തന്നെ ഈ പച്ചക്കറി എല്ലാം ഇതിനകത്ത് ചേരാനുള്ളതല്ലേ, അന്നേരം ഒരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് വെച്ച് ഇപ്പം എന്നാ ചെയ്യാൻ പോകുന്നറിയോ, ഒരു ശകലം ഒരു ഹാഫ് പോർഷൻ ഓഫ് ഫ്രഷ് ക്രീം. വാങ്ങാൻ നേരവും കുറച്ച് ഫ്രഷ് ക്രീം ചേർക്കണേ, അത് നല്ലതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഇച്ചിരി മല്ലിയില. കാര്യം ആ ഇലയുടെ ഒക്കെ ഒരു ആ ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഇതിനകത്തോട്ടും കൂടെ ഒന്ന് ഇറങ്ങട്ടെ. അന്നേച്ച് ഒരു ഇച്ചിരി സമയം ഇതൊന്ന് അടച്ചിടണം. എന്നാന്നോ ആ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ചേർത്തിരിക്കുന്ന കടായി മസാലയുടെ ഫ്ലേവേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ ചിക്കനെ പിടിക്കണം. ചിക്കൻ ആക്ച്വലി വെന്തിട്ടില്ല, അതിന് ഇനി ഇച്ചിരി കൂടി വേവാനുണ്ട്. പക്ഷേ നമ്മുടെ ആ ചിക്കൻ്റെ മുരിവ് കറക്റ്റാണ്. മസാലയിൽ നിന്ന് നെയ്യ്, നമ്മൾ ആദ്യം ചേർത്ത നെയ്യ് എല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് ആയി തുടങ്ങി. അതാണ് നമുക്ക് വേണ്ടിയത്. ഇനി കുറച്ച് നേരം സിമ്മയിൽ അടച്ചിടുമ്പോൾ ഇറച്ചി ഒന്ന് വെന്ത് നമ്മുടെ ഈ മസാലയെല്ലാം അതിനകത്തോട്ട് അങ്ങ് പിടിക്കുവേ. മല്ലിയിലയും കൂടെ ഒരു ഇച്ചിരി ഇട്ടിട്ട് അതിൻ്റെ ഫ്ലേവറും ഒക്കെ അതിനകത്തോട്ടൊന്ന് ഇറങ്ങട്ടെ. പക്ഷേ ഈ ചെയ്യുമ്പോൾ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ഫ്ലെയിമിലേ ഇടാവുള്ളൂ. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു ഇച്ചിരി പച്ചക്കറിയാണ്. അത് ഏതൊക്കെയാണെന്നറിയോ, പച്ചമുളകുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, ടൊമാറ്റോ ഉണ്ട്, സവാളയുണ്ട്. അപ്പോൾ എന്നാ ചെയ്യണ്ടേ, ഈ കടായിൽ ബേസിക്കലി നമ്മൾ ചില്ലി ചിക്കൻ പോലെ ഉണ്ടല്ലോ, അത് അത്രയും വേവുകയില്ല. അതിൻ്റെ ഒരു 1/4 വേവേ വരത്തുള്ളൂ. എന്നാ പറയുക, ഉള്ളിയൊക്കെ അങ്ങനെ കിടക്കും. പക്ഷേ ഞാൻ പറയുന്ന ആ ഉള്ളിക്കകത്തോട്ട് ഒരു ഇച്ചിരി അതിൻ്റെ മസാലയൊക്കെ കയറണമെന്നേ, അല്ലെങ്കിൽ കൊള്ളുകയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ മുഴുവൻ ഇടുകയില്ല, ഒരു ഇച്ചിരി ഇടും. അതായത് ഒരു 3-4 പച്ചമുളക്. ഇതൊക്കെ നമ്മൾ കടായി ചിക്കൻ മേടിക്കുമ്പം ആ ഒരു പാത്രത്തിനകത്ത് കാണുന്നതാണ്. ഈ പച്ചമുളകൊക്കെ അങ്ങനെ കിടക്കുന്നത് കാണാവേ. പക്ഷെ ഞാൻ പറയാം അതിൻ്റെയൊക്കെ രുചിയും കൂടി ഇച്ചിരി അതിനകത്തോട്ട് ഇറങ്ങണ്ടായോ. ആക്ച്വലി ഈ കറി വെക്കുമ്പോഴത്തേനും ആദ്യമേ ഒന്നും ഇടുകയല്ല, ലാസ്റ്റ് ഒന്ന് എന്താ പറയുക, ഒന്ന് ഇളക്കി എടുക്കത്തേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് എനിക്കൊരു ഇച്ചിരി സ്വാദിനകത്തോട്ട് വന്നു എന്നും പറഞ്ഞ് കുഴപ്പമില്ലല്ലോ. ഞാൻ മുഴുവൻ ഇടുകയല്ല, ലാസ്റ്റ് നമുക്ക് ഇച്ചിരി ഇടാനുള്ളതാ. ഇതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനം ചേർത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടണം.
കൂട്ട് മേടിച്ച് നമ്മൾ പൊടിക്കുന്നതാട്ടോ ഏറ്റവും നല്ല ടേസ്റ്റ്. അല്ല മേടിക്കുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും എന്നെ വഴക്ക് പറയും, പക്ഷെ എന്നാലും ഞാൻ പറയുക നമ്മൾ വീട്ടിൽ കൂട്ട് മേടിച്ച് പൊടിക്കുന്നതാണ് നല്ലത്, ടേസ്റ്റ് വരുന്നത്. തൈരൊക്കെ ചേർക്കുമ്പോൾ പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ, അഥവാ പുളി ഉള്ളതാണെങ്കിൽ നോക്കിയേച്ച്. കാര്യം നമുക്ക് ടൊമാറ്റോയുടെ പുളി ഉണ്ടാവും, പിന്നെ ആ തൈരിൻ്റെ ക്രീമിൻ്റെ എല്ലാ പുളിയും കൂടെ ആകുമ്പോഴത്തേനും ഉണ്ടല്ലോ വല്ലാത്തൊരു പുളിയാവും. അപ്പോൾ അത് ശ്രദ്ധിച്ചേച്ച് വേണം പുളി ചേർക്കാനായിട്ട്. അതായത് പുളിയെന്ന് ഉദ്ദേശിച്ചത് തൈര് പുളിയില്ലാത്ത തൈരാണെന്നതിൽ ഏറ്റവും നല്ലത്. ഈ ചിക്കൻ ഒരു ഇച്ചിരി കൂടെ ഒന്ന് വേവാണ്ടേ, അന്നേരം ഒരു ഇച്ചിരി വെള്ളവും കൂടെ കൊടുത്തേച്ചേ ചിക്കനെ ഒന്ന് സഹായിക്കാം വേവാനായിട്ട്. ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞേച്ചു മാത്രം നമുക്ക് അതിൻ്റെ ഉപ്പ് നോക്കിയാൽ മതി. പക്ഷേ ഇപ്പം നോക്കിക്കോ, പിന്നെ നമ്മൾ ചേർക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ ചിലപ്പം ആ പൊടിയുടെയൊക്കെ ഒരു പച്ചച്ചോവ് വരും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമ്മളിപ്പോൾ ഇച്ചിരി പൊടിയുടെ ഏറ്റക്കുറച്ചിലൊന്ന് നോക്കിയേച്ചാൽ ഇപ്പം ചേർത്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരു ഹൈ ഫ്ലെയിമിൽ ബാക്കി പച്ചക്കറിയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ട മാത്രമേ ഉള്ളൂ നമ്മുടെ കടായി ചിക്കൻ. ഈ കടായി ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ എണ്ണയിൽ ഉണ്ടാക്കണ്ടേ. ഇനി ചേച്ചി ഒന്നും പറഞ്ഞു തന്നില്ല അതിന് മുമ്പ് കടായി ചിക്കൻ ആയി എന്ന് പറയരുത്. വേണ്ട, ഞാൻ അടച്ചു വെച്ചു. നമ്മുടെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർത്ത് കഴിഞ്ഞു. ഇനി ചേർക്കാനുള്ളത് ആ ബാക്കി വന്ന പച്ചമുളകും ക്യാപ്സിക്കവും സവാളയൊക്കെ ഉള്ളൂ. അത് ഒരുപാടൊന്നും ചേർക്കരുത്, ഒരു മിനിമം ഒരു 10 പെറ്റൽ അത്രയും മാത്രം ചേർത്തേച്ച് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ബട്ടൂര, ബറോട്ട, പൂരി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാവുന്നേ ഉള്ളൂ. അതെ, ഇത് വേവുന്ന സമയം എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണ്ടേ, ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. നേരം കിട്ടുകയില്ല ഒത്തിരി. നമുക്ക് ബട്ടൂര അതെല്ലാം ഇതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പക്ഷേ നമ്മുടെ സമയം ഒരു ഇച്ചിരി ഉള്ളതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഈ ഇടയിലായിട്ട് ചപ്പാത്തിയാണ്. കാര്യം എന്നാന്നോ, സമയം കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കടായി ചിക്കൻ ഈ പറഞ്ഞ പോലെ ഇച്ചിരി ഗ്രേവി ആക്കണമെങ്കിൽ ആക്കാം, അതല്ല കുറച്ച് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ആക്കാം. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് എന്നാ ആവശ്യം എന്ന് തോന്നുന്നത് അതുപോലെ അങ്ങ് ചെയ്തേച്ചാൽ മതി. ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗസ്റ്റ് 2 പേരാണ് വരുന്നത്. അതായത് കണ്ണൂരിൽ നിന്ന് തെയ്യത്തിൻ്റെ നാട്ടിൽ നിന്നും 2 യുവതാരങ്ങളാണ് വരാൻ പോകുന്നത്. അതിൽ ഒരാളെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറ്റത്തുള്ളൂ, പക്ഷേ മറ്റൊരാളെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. കാര്യം ആനീസ് കിച്ചണിൽ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ആനിയുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് മാറുന്ന ഒരു കണക്കാണ് നമ്മുടെ ഇടയിലുള്ളത്, അല്ലേ? അപ്പോൾ എന്തായാലും ഈ പുതിയൊരാൾ ആരാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണ്ടേ, ആരാ ഏതാ എന്നുള്ളത്. ഇനി നമ്മൾ ആ യുവതാരങ്ങളെ നമ്മുടെ ആനീസ് കിച്ചണിലേക്ക് ഹാർദ്രമായി നമുക്ക് ക്ഷണിക്കാം. കണ്ടോ, ഇത് യുവതാരങ്ങൾ കണ്ണൂരിൽ നിന്ന് എത്തിയേക്കുന്നത്. ദീപകിനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട. ദീപകിന് മുന്നേ എൻ്റെ ആനീസ് കിച്ചൻ്റെ പ്രേക്ഷകരുമായിട്ട് നല്ലൊരു റാപ്പ് ഔട്ട് ഉണ്ട്, ഇല്ലേ? അവിടെ ദീപകിനെ പരിചയപ്പെടുത്തുന്നില്ല, പക്ഷെ എന്നാലും പരിചയപ്പെടുത്തണമല്ലോ. ദിസ് ഇസ് ദീപക് കേട്ടോ. അത് ചുമ്മാ ചളുവാന്ന് അറിയാം, പക്ഷെ എന്നാലും പറയണ്ടേ. ഇത് അനശ്വര. അനശ്വര ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു, അല്ലേ? ഫിലിമിലേക്ക് വരുന്നത്, ഇവിടെ വരുന്നത്, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാ. ഇരിക്കാം. ദീപകെ, സാധാരണഗതിയിൽ റാഗിങ് ആമ്പിള്ളേർക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയും, ചെയ്യിപ്പിക്കാനൊക്കെ ആയിട്ട്, ഇച്ചിരി കരയിപ്പിക്കാനൊക്കെ. കൊച്ചിനെ വരട്ടിയാ നമുക്കൊന്ന് വരളുവോ? അവസാനം നീ കരയായിരുന്നു. നമ്മൾ സെയിം ഒരേ നാട്ടിലായതുകൊണ്ട് കണ്ണൂരിലായതുകൊണ്ട് ഇച്ചിരി വരലാൻ കുറച്ച് പാടായിരിക്കും. അതും പ്രത്യേകിച്ച് തലശ്ശേരിയാ. അയ്യോ, അവിടുത്തെ കുട്ടികളൊക്കെ ഇച്ചിരി പാവാന്നാ കേട്ടിട്ടുള്ളത്. എല്ലാരും പാവാണ്. 5 വർഷമായിട്ട് താന് ഡാൻസില് നൃത്ത പ്രതിഭ. ആർക്കും വിട്ടുകൊടുക്കൂല ഇത്ര വാശീനത്തിന്? അതുകൊണ്ട് കൊടുത്തതല്ലേ? അങ്ങനെയല്ല, നല്ല മത്സരമൊക്കെ ആയിരുന്നു. നല്ല മത്സരം. അതുകൊണ്ട് കിട്ടിയല്ലേ? ഈ ചില പാരന്റ്സ് ഒക്കെ ചെന്ന് നിന്നെ തല്ല് കൊടുത്തിട്ടുണ്ടോ? 5 കൊല്ലമായിട്ട് അവിടെ മേടിച്ചോണ്ടിരിക്കുക, എന്റെ കൊച്ചിനൊന്നും കൊടുക്കുന്നില്ലെന്നും പറഞ്ഞോണ്ട്. ശരിയല്ലേ? ഒരു പ്രാവശ്യം മാറി കൊടുക്കാൻ മേലായിരുന്നു, അല്ലേ? എനിക്ക് തൊട്ട് എല്ലാ വർഷവും മാറ്റാം. ഞാൻ കഴിഞ്ഞു, PG കഴിഞ്ഞു, ഇനി ഉണ്ടാവില്ല. ആണോ? പിള്ളേർക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചു. 5 വർഷം തന്നെ വെച്ച് കൂടിപ്പോയി തോന്നുന്നു. പക്ഷെ സോറി കേട്ടോ, നമ്മൾ അങ്ങനെ ഒരിക്കലും പറയില്ല. ശരിക്കും പറഞ്ഞാൽ അഭിമാനം തോന്നും. പക്ഷെ ഇവിടെ ഒരു അരങ്ങില്ലല്ലോ മക്കളെ തരാനായിട്ട്. പക്ഷെ പാട്ട് പാടില്ലേ? അയ്യോ, പാട്ട് പാടാൻ അത് ആദ്യമേ വന്നിട്ട് പാട്ട് പാടുകയല്ല എന്നൊക്കെ പറയുന്നത്. അയ്യോ, സത്യമായിട്ട് അറിയില്ല. എന്റെ വോയിസ് വെച്ചെങ്കിൽ പാടാൻ അറിയില്ല. അല്ലെങ്കിൽ ഞാൻ സംഗീത പ്രതിഭ പട്ടം അടിച്ചു മാറ്റിയേനെ. അതും 5 വർഷം കൊണ്ടുപോയല്ലേ? ദീപകെ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. എടോ, താൻ ലാസ്റ്റ് ടൈം വന്നേന്ന് ഇന്നും ക്ഷീണിച്ചേക്കുന്നത്. ഈ പടം ഓർമ്മയിലൊരു ശിശിരം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തായിരുന്നു.
അതിനൊരു 10 കിലോ കുറച്ചതല്ലേ? കുറച്ച് അല്ല, ഇത് 10 കിലോ കുറച്ച് കൂടിയിട്ടുണ്ട്, പക്ഷെ കുറച്ച്. ഓ +1 വിദ്യാർത്ഥിയായിട്ടാണ് സിനിമയിൽ 2005, 2006 കാലഘട്ടങ്ങളിൽ +2 പഠിക്കുന്ന, അതായത് ഞാൻ +2 പഠിക്കുന്ന അതേ സമയത്ത് എങ്ങനെയിരുന്നു എന്നുള്ളത് ഫോട്ടോയിൽ നോക്കി വെച്ച് അതേപോലെ ആയി. ആ ഓക്കെ. പക്ഷെ ഞാൻ ലാസ്റ്റ് ടൈം കണ്ടതിലും കുറച്ചുകൂടെ വണ്ണം വെച്ചില്ലേ? എനിക്കൊരു മാറ്റം വരികയല്ല. കാര്യം എന്തറിയോ, നമുക്ക് ഇതിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എങ്ങനെ മെലിയാനാ? പിന്നെ ഈ പറഞ്ഞ പോലെ വല്ല ടാർജറ്റും തരണം, അത് വേണമെങ്കിൽ മെലിഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ നാളെ എന്നൊരു വാക്കുള്ളിടത്തോളം മലയാളത്തിൽ ഞാൻ രക്ഷപ്പെട്ടു പോകും. നാളെ പുതിയ സിനിമയുടെ വിശേഷമൊക്കെ പറഞ്ഞേ. ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ കുറച്ച് ഇത്രയും ഡെഡിക്കേഷനോടുകൂടിയൊക്കെ. ഓർമ്മയിൽ ഒരു ശിശിർ എന്നാണ് സിനിമയുടെ പേര്. അതായത് ബിടെക് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് മാക്ട്രോ പിക്ചേഴ്സ് ചെയ്യുന്ന അവരുടെ മാക്ട്രോ റൊമാൻറ്റിക് മൂവിയാണ്. ഇച്ചിരി റൊമാൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ +1 റൊമാൻസ് ആയതുകൊണ്ട് അങ്ങനെ ഹെവി റൊമാൻസ് ഒന്നുമില്ല. ഇച്ചിരി നല്ലതാ. അല്ല, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആമ്പിള്ളേരുടെയും പെൺപിള്ളേരുടെയും ഒരുമിച്ചായിരിക്കില്ല. മിക്സറിൽ പഠിക്കുന്ന സമയത്ത് ഇച്ചിരി നമുക്കൊരു പെണ്ണ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് നോക്കും, ഒരു പീരീഡ് കഴിയുന്ന സമയത്ത് നോക്കും, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നോക്കും, എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു +1 വിദ്യാർത്ഥി. ഇത് ശരിക്കും പറഞ്ഞാൽ ദീപകിന് അഭിനയിക്കാൻ എളുപ്പമായിരുന്നോ? ഇച്ചിരി പാടായിരുന്നു എനിക്ക്. ജീവിതത്തിൽ അങ്ങനെ ഒന്നും നടന്നില്ല. ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഇത്രയും കാലത്തരം മോത്തൊക്കെ പറയുന്നത്. കുറച്ചേ പാടുണ്ടായിരുന്നുള്ളൂ, കുഴപ്പമില്ല, ഒപ്പിച്ച്. ഞാൻ ബാക്കി അനശ്വരോട് ചോദിക്കാട്ടോ. എന്നിട്ട് അതിനകത്ത് വരുന്ന കഥയാ, സീരിയസ് ആ മൂവി? അങ്ങനെ നമ്മള് ഫസ്റ്റ് ലവ് എന്താണോ, ഇപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ലവ് ഉണ്ടാവുമല്ലോ. എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ മോത്തോക്കി പറഞ്ഞു, ഇത്രയും മോത്തോക്കി പച്ചക്കളം പറയുന്ന ആര് വിശ്വസിക്കും? ഇല്ല, ഫസ്റ്റ് ലവ് നമുക്ക് പറയണമെന്നില്ലല്ലോ. ചിലപ്പോ ആ പെണ്ണിനോട് ഇത് പറഞ്ഞു എന്നുള്ള കാര്യം ഉറപ്പായി. ദീപകിന്റെ ഫേസിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പറഞ്ഞു, ഇച്ചിരി കുറച്ചു കാലൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തായാലും ഫസ്റ്റ് ലവ് എന്തായാലും പോകണം, അല്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. കാരണം ആദ്യം തന്നെ പ്രണയിച്ച പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതിനൊരു അല്ല, ഫസ്റ്റ് ലവിൽ കെട്ടരുത് എന്നോട്. സോറി, അല്ല ഫസ്റ്റ് ലവിലാണോ കല്യാണം കഴിച്ചിട്ട്? ഇല്ല, അല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഫസ്റ്റ് ആയിരുന്നു, ഞങ്ങൾ കെട്ടി. ഇനിയിപ്പോ എന്റെ മുഖത്ത് നോക്കിയാൽ പറയാൻ പറ്റോ? ഇല്ല. അപ്പൊ അങ്ങനെ കെട്ടിയ സൂപ്പർ, കെട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ലവ് ആണ് ഈ സിനിമ പറയുന്നത്. അതില് നായികയെ കിട്ടുന്നുണ്ടോ എന്നുള്ളത്, പ്രണയം സാഫല്യം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് സിനിമയുടെ കണ്ടിട്ട് പറയാൻ പറ്റും. പറഞ്ഞു, ബാക്കി പറഞ്ഞു. കഥ പറയും, കഥ പറയില്ല, പഠിപ്പിച്ചു കൊണ്ടുവന്നാണ്. ഒരു ലിമിറ്റ് വിട്ട് പറയരുത്. ഓക്കെ, ഫസ്റ്റ് ടൈം ഫിലിം ഫീൽഡിലേക്ക് വന്നേ, ശരിക്കും ഡാൻസ് കണ്ടിട്ടായിരിക്കോ? എങ്ങനെ ഫിലിം ഫീൽഡിലേക്ക് വന്നേ? ഡാൻസിലൂടെ തന്നെയാണ് ഫിലിം ഫീൽഡ് വന്നത്. വിവേക്, ഇതിന്റെ ഡയറക്ടർ പേര് വിവേക് ആര്യം എന്നാണ്. വിവേക് ഏട്ടൻ കണ്ടു, ചോദിച്ചു അഭിനയിക്കാമോ? അങ്ങനെ സ്റ്റോറി പറഞ്ഞു. ഇഷ്ടമായിരുന്നു. അപ്പോൾ ക്യാരക്ടറിന് സൂട്ടായി. അപ്പോൾ കഥ പറയുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വർഷ എന്ന് പറഞ്ഞിട്ടായിരുന്നു. എൻ്റെ ഇതിലെ പേര് വർഷ എന്നാണ്, മൂവീനകത്ത് എൻ്റെ പേര് വർഷാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വർഷ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ സെലക്ട് ആയി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ അഭിനയിക്കാനൊക്കെ ഇത്രയും കലാപ്രതിഭയൊക്കെ ആയി, ഡാൻസിൽ ഇത്രയും ഇതൊക്കെ ആയിട്ട് അഭിനയിക്കാൻ വലിയ പാടൊന്നും വന്നില്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് വലിയ അഭിനയിക്കേണ്ട പാട് വന്നില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് ലവ് ആയതുകൊണ്ട് അഭിനയിക്കാൻ വലിയ പാട് വന്നില്ല എന്ന് ഇപ്പൊ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ലവ് ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കണ്ടായിരുന്നു. കണ്ടുപിടിക്കടാ കൊച്ചു ഉള്ളത് നോക്കി മുഖത്ത് നോക്കി പറഞ്ഞു. ഇത് ആദ്യമേ പച്ചക്കള്ള പറഞ്ഞാ കൊച്ചു പറഞ്ഞത് മിണ്ടിപ്പോയിരുന്നു. സെക്കൻഡ് ലവ് ആണ് അടുത്ത പടം. ഓക്കെ, ഇതിനകത്ത് ക്യാരക്ടറൊക്കെ മോക്ക് ഭയങ്കര ഇഷ്ടമായോ? ശരിക്കും ഇത് മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൂടെ പഠിച്ച ഒരുപാട് ആൾക്കാരെ ഓർമ്മ വരും, എന്തായാലും അത് ഉറപ്പാണ്. ഓക്കെ, ഇപ്പം ദീപകിന്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് വലിയൊരു നല്ലൊരു കൂട്ടുകെട്ടാണ്. അതായത് വിനീത്, അജു, എല്ലാവരും ഇവരുടെ ഒരു കെമിസ്ട്രിയും അവരുടെ ഒരു ദീപകിനോടുള്ള ഒരു വേവ് ലെങ്ത്, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ എനിക്കും വിനീതിന്റെ കൂടെ അല്ലേ ഫസ്റ്റ് വരുന്നത്. അപ്പം ശരിക്കും തട്ടത്തിൻ മറയത്ത് ഇതെല്ലാം വിനീതുമായിട്ട് ഏറ്റവും കൂടുതൽ ദീപക് വർക്ക്, അവരുടെ ഒരു കെമിസ്ട്രിയും വേവ് ലെങ്ത്തും ഒക്കെ ഒന്ന് പറഞ്ഞു തരും.
ശരിക്കും എനിക്ക് തോന്നുന്നു ആ മലർവാടി എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിൽ തട്ടത്തിന്മറ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാവില്ല. എനിക്ക് ഒരു ക്യാരക്ടർ കിട്ടില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചെറിയ റോളുകളിൽ ഒതുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ചാൻസ് ചോദിച്ചു നടക്കുന്ന ഒരു നടനായി മാറിയാണ്. കാരണം വിനീതന്റെ ക്യാരക്ടർ എന്നില്ലെങ്കിൽ ഒരിക്കലും സിനിമ എന്ന് പറഞ്ഞ സ്വപ്നം നടക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുന്നതിന് മുന്നേ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് സിനിമ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത് ഒരു വിശ്വാസം ഉണ്ടാക്കി തന്ന വിനീതന്നെ. കാരണം തട്ടത്തിന്മറയത്ത് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫുൾ സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നായിരുന്നു. ആ ക്യാരക്ടർ ചെറുതാണെങ്കിലും ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വായിച്ചിട്ട് പുള്ളി പറഞ്ഞു തരാം, വായിച്ചു നോക്ക് എന്നിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു അഭിപ്രായം വിനീതന്റെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഏത് സിനിമ ചെയ്യുമ്പോഴും ആരോടും ചോദിക്കാനുള്ളൊരു ധൈര്യം എനിക്ക് തന്നത് ശരിക്കും വിനീതനാണ്. അല്ല, അങ്ങനെ വായിക്കണം അത് നല്ലൊരു അഡ്വൈസാ വിനീത് കൊടുത്ത. കാര്യം എന്താ അറിയോ, സാധാരണഗതിയിൽ നമ്മൾ ആരെങ്കിലും ഒരു സ്ക്രിപ്റ്റ് ചോദിച്ചാൽ ചിലപ്പോൾ ചിലരൊക്കെ പറയും സ്ക്രിപ്റ്റ് ചോദിക്കുന്നു അഭിനയിക്കുന്നില്ലെന്ന് ആദ്യം എന്ന് പറയും അല്ലേ. പക്ഷെ ഇത് ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുക. ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് അറിഞ്ഞിട്ടേ നമ്മൾ അഭിനയിക്കാൻ യെസ് പറയാവുള്ളൂ. അല്ല, നമ്മൾ ഇപ്പോൾ ഒരു സിനിമയിൽ എന്തെങ്കിലും ചെറിയ വേഷമാണെങ്കിൽ അറിയേണ്ട കാര്യമില്ല. സിനിമയിൽ എന്തെങ്കിലും നന്നായിട്ട് ചെയ്യാനുള്ളൊരു ക്യാരക്ടർ ആണെങ്കിൽ എന്തായാലും സിനിമ എന്താണെന്നും ആ ക്യാരക്ടർ എന്താണെന്നും അറിയണമെങ്കിൽ സ്ക്രിപ്റ്റ് വായിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ കഥ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നന്നായിട്ട് തോന്നാം, പക്ഷെ വായിക്കുന്ന സമയത്ത് നമുക്ക് സിനിമയുടെ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ദീപക് വായിക്കുക ചെയ്താൽ അതോ പറഞ്ഞു തരുന്നോ കഥ? ഇല്ല, എനിക്ക് വായിക്കാൻ തന്നു സ്ക്രിപ്റ്റ്. തലശ്ശേരി പ്രീ പ്രൊഡക്ഷൻ ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവിടെ തലശ്ശേരി വീട്ടിലായിരുന്നു. അപ്പോൾ നിവിനും അജു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പോയ സമയത്ത് എനിക്ക് സ്ക്രിപ്റ്റ് വന്നു, വായിക്കാൻ വേണ്ടി പറഞ്ഞു. ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഫുള്ള് വായിച്ചു. എന്നിട്ട് നമ്മൾ 2-3 സീൻ ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ടാണ് ചെയ്യാൻ പറ്റുന്നു. പേടിയുണ്ടായിരുന്നു ആദ്യം ചെയ്യുമ്പോ? നന്നായിട്ട് പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും പേടിയുണ്ട്. അല്ല, സിനിമ ഓരോ ക്യാരക്ടർ എന്നുള്ളത്. ദീപക് പിന്നെ എന്നത്തിന് കള്ളം പറയുന്നത്, നമ്മുടെ മമ്മൂക്കായുടെ കൂടെ പോലും ഒരു ഫിലിം ചെയ്ത് എന്നിട്ട് പിന്നെയും മമ്മൂക്കയുടെ കൂടെ സിനിമ ചെയ്ത് കോമഡി സംഭവം വെച്ചാൽ ഞാൻ മമ്മൂക്കയുടെ ഡയലോഗ് എന്താ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഉണ്ട്. അപ്പൊ അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന ആദ്യം എൻ്റെ ക്ലോസ് ഒക്കെ മമ്മൂക്ക ഇല്ലാണ്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ മമ്മൂക്ക വന്നിട്ട് ഉള്ള ഒരു വൈറ്റ് ഷോട്ടിൽ ഒരു 2 ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പം എനിക്ക് ആ ടെൻഷൻ അടിച്ച് ഇവിടെ ഞാൻ അതായത് മമ്മൂക്കയുടെ ജീപ്പിലൂടെ നിർത്തിയപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ജീപ്പിന്റെ ഇച്ചിരി വരട്ട് ഡയലോഗ് ആയിരുന്നു. അപ്പം ഡയലോഗ് പറയുന്നതിന് മുന്നേ ഞാൻ പുറത്ത് നിൽക്കുക. അപ്പം മമ്മൂക്കനെ ഇങ്ങനെ നോക്കി. അപ്പം നമുക്ക് ഗ്ലാസിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചിരിക്കണ്ടേ, എനിക്കൊരു ഡൗട്ട് ഭയങ്കര പേടിയായിട്ട് കയറുന്നു. അപ്പൊ ഞാൻ ചിരിച്ചപ്പോൾ മമ്മൂക്ക കണ്ടോ എന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ മുഖത്തൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അവർക്ക് ടെൻഷനായി കയ്യിൽ നിന്ന് പോയി. അപ്പം വന്ന് ഡയലോഗ് പറഞ്ഞു. തെറ്റിച്ചില്ല. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാൽ ഞാൻ ഈ പേടി മുഖത്ത് വന്നില്ല, പക്ഷെ കൈ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ജീപ്പിന്റെ ഫ്രണ്ടിൽ. പക്ഷെ ഏറ്റവും വലിയ ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിന്റെ ഫസ്റ്റ് 2 ദിവസം എനിക്ക് ഷൂട്ട് ഉണ്ടായിരുന്നില്ല, 8 സീനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് മമ്മൂക്ക് എഡിറ്റ് കണ്ടിട്ട് സെക്കൻഡ് ഡേ ഷൂട്ടിന്റെ സമയത്ത് ഞാൻ ആ ജീപ്പിന്റെ ബാക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പൊ മമ്മൂക്ക് വിളിപ്പിച്ചിട്ട് മമ്മൂക്ക് പറഞ്ഞു, ഞാൻ കണ്ടു, നന്നായിട്ടുണ്ട് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാനപ്പോ എനിക്ക് വേറൊരു അവാർഡ് കിട്ടുന്ന ഒരു ഫീലായിരുന്നു. ഞാൻ നമുക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. നമുക്കിവിടെ ഒരു ഫോട്ടോ കഴിഞ്ഞിട്ട് എടുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് മമ്മൂക്കിയുടെ ക്യാരവാനിന്റെ ഫ്രണ്ടിൽ കുറെ പേര് വന്ന് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ വേറൊരാൾ വരും. അങ്ങനെ അപ്പൊ നമുക്ക് കയറി എന്ന് പറഞ്ഞിട്ട് വേറെ ആള് വണ്ടിയിലേക്ക് മമ്മൂക്ക് എന്നെ വിളിച്ച് കാണുന്നുണ്ടായിരുന്നു. നമുക്ക് വിളിച്ച് കൂടെ വന്ന് തോളത്ത് കൈക്കിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത സന്തോഷം. പോലീസ് ഡ്രസ്സില് ഇനിയിപ്പോ എന്നാ ജാട കാണിക്കാനാ അല്ലെ? നാട്ടിലങ്ങ് വിലസ് കാണും. ചെറുതായിട്ടല്ല, നല്ലതായിട്ടുണ്ടോ ഫേസിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മുടെ അനശ്വരയുടെ ഡീറ്റെയിൽസ് പറയും. അതായത് കലാരംഗത്തേക്കുള്ള ഒരു എൻട്രി, കുഞ്ഞുനാൾ മുതൽ ഈ ഡാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങ് ട്രൂ ആയിട്ട് അത് മോക്ക് ഇഷ്ടമാണോ അമ്മ കൊണ്ട് ചേർത്ത്? അല്ല, ആദ്യം അമ്മ കൊണ്ട് ചേർത്ത് തന്നെയാണ്. അപ്പൊ കളിക്കായിരുന്നു ചെറുപ്പത്തിൽ ഇങ്ങനെ ഡാൻസ്, ടിവിയിൽ പാട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാൻസ് കളിക്കുമായിരുന്നു. അപ്പൊ പിന്നെ ഡാൻസ് പഠിക്കാൻ വേണ്ടി ഡാൻസ് ക്ലാസ് കൊണ്ടുപോയിട്ടു. അങ്ങനെ ഇവിടെ ഇതിനകത്ത് വല്ല PhD അങ്ങനെ PG ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന MA ഇംഗ്ലീഷിലാണ്. അടുത്ത PG ഡാൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോ ചെയ്യാം രണ്ടും. പിന്നെ അങ്ങനെ ചെയ്യാൻ പറ്റും? ഇല്ല, ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പിന്നെ ഇത്രയും ബുദ്ധിയുള്ള കുട്ടിയല്ലേ. SM കോളേജിലെ ആൾക്കാർ ഡബിൾ PG എടുക്കണമെന്ന് പറഞ്ഞു നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി. അതാണ് കാരണം കുട്ടികളെ മൊത്തം മാക്സിമം പഠിപ്പിച്ച് ഇങ്ങനെ ഇറക്കുമായിരിക്കും. പിന്നെ നിങ്ങൾ ഈ വരുന്നത് കണ്ണൂർ എന്നാണ്. അവിടെ ശരിക്കും പറഞ്ഞ ഭക്ഷണത്തിന്റെ ഒരു
നാടാണ് അല്ലേ. ഓരോ ദിവസവും ഓരോ ഭക്ഷണം. ഞാൻ എപ്പോഴും പറയും മലബാർ സൈഡൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഈ ഭക്ഷണത്തിന് ഒരു കുറവില്ലാത്ത ഒരു നാട്, നിറമുള്ള ഒരു നാടാണ് അത്. അവിടെ ശരിക്കും കണ്ണൂർ സ്പെഷ്യൽ എന്ന് പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ഈ ട്രിവാൻഡ്രത്തൊക്കെ സിറ്റിയിലോട്ട് വരുന്നവർക്കൊന്നും അറിയില്ല. പക്ഷേ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കുറേ നാടൻ പലഹാരങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? എന്തൊക്കെയാ പലഹാരങ്ങളെന്നും? തലശ്ശേരി എന്ന് പറയുമ്പോൾ ദം ബിരിയാണി ഫസ്റ്റ് എല്ലാവർക്കും അതെല്ലാം അറിയാം. കേൾക്കാത്തൊരു സാധനം കോയിക്കാൽ എന്ന് പറഞ്ഞൊരു, കോയിക്കാലം തന്നെ ഇതല്ലേ? അതല്ല കോയിന്റെ കാല് കോയിന്റെ കാലല്ലപ്പാ. അതെന്താന്ന് വെച്ചാല് കപ്പ. കപ്പ ഇല്ലേ, ഈ വൈകുന്നേരത്തെ ചെറുകടിയാണ്. കണ്ടു കഴിഞ്ഞാൽ സ്നാക്സ് ആണ്. അപ്പോ കപ്പയുടെ ഇത് വെച്ചിട്ടാണ് കടിയുള്ളത്. കപ്പ വെച്ചിട്ട് എന്താ ചെയ്യാ? ഞാൻ കണ്ടിട്ടേ ഉള്ളൂ, കഴിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടേ ഉള്ളൂ. ഞാൻ ഇതുവരെ കണ്ടിട്ട് കഴിച്ചിട്ടേ ഉള്ളൂ. ഉണ്ടാക്കുന്നേ കണ്ടിട്ടില്ല. സ്ലൈസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇറച്ചിയും കൂടെ ഇടുവോ? ഇല്ല, ഇറച്ചിയൊന്നും സംഭവങ്ങളേ ഇല്ല. അതിന്റെ അതാ ഷേപ്പ് വന്നപ്പോ അങ്ങനെ ആയതായിരിക്കും. കോഴിക്കാലിന്റെ ഒരു ഷേപ്പിലാണ് അത്. കോഴിക്കാല് പോലെ ഇരിക്കുന്നത്. കോഴിക്കാല് പോലെ. അനശ്വര, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്രാവശ്യം ദീപകായിരുന്നു ഹീറോ ആയിട്ട് വന്ന്. നെക്സ്റ്റ് ടൈം അനശ്വരയോട് ചോദിക്കാണ്, ഫുൾ ഫ്രീഡം അനശ്വരയ്ക്ക് തരുക. നെക്സ്റ്റ് ഫിലിമില് ഹീറോ അനശ്വര സെലക്ട് ചെയ്യാൻ പറഞ്ഞ ദൈവമേ, നമുക്ക് നോക്കടാ. ഒരു പ്രാവശ്യം അഭിനയിച്ചല്ലോ, ഇനി വേറെ ഇതാണ്. ഒരു പ്രാവശ്യം അഭിനയിച്ചുകൊണ്ട് ദീപക് വേണ്ട. ഓക്കെ, സെക്കൻഡ് ചോയ്സ്. അയ്യോ, അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ. മോൾ ആരുടെ ഫാനാ? ഞാൻ DQ ഫാനാ. ഓ, ഇപ്പൊ അങ്ങനെയൊക്കെ ആയല്ലോ, DQ എന്നൊക്കെ ആയി. അപ്പൊ ദുൽഖറിന് മതി എന്ന് പറഞ്ഞ ദുൽഖറിനോട് അഭിനയിക്കും, അത് ദുൽഖറിനെ ഫാനായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോ ഞാൻ ഇങ്ങനെ തന്നെ അത് അഭിനയിക്കാൻ മറന്നു പോകും ചിലപ്പോ. ഓക്കെ, സിനിമയുടെ വിശേഷമൊക്കെ പറ. ഞങ്ങൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറഞ്ഞോണ്ട് രണ്ടാം. സിനിമയുടെ വിശേഷം ഒരുപാടുണ്ട് പറയാൻ. എന്ന് പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ. ഞാൻ വിളമ്പിയിട്ട് കേൾക്കാവേ, അല്ല പിന്നെ നിങ്ങൾ പിന്നെ മറന്നുപോയാലോ. കഴിച്ചാൽ ഓടിക്കളഞ്ഞു. നല്ല വിശപ്പുണ്ട്, ഒരു രക്ഷയില്ല. മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 5 ഡിഷ് വരാം. ബിരിയാണി 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 ബിരിയാണി. നോക്കോ, ഇഷ്ടപ്പെടാത്തത് ഇല്ല, അങ്ങനെയൊന്നുമില്ല. എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും. വിശപ്പ് വന്നാൽ പിന്നെ എന്തും കഴിക്കും. എല്ലാം കഴിക്കും. മീറ്റ്, ഫിഷ്, മുട്ട എല്ലാം. ഡാൻസിന് ടൈം ആകുമ്പോൾ കുറച്ചൊന്ന് കുറക്കും ഈ നോൺ വെജ്. കുറച്ച് വെജ്. ഡാൻസും നോൺ വെജും തമ്മിലല്ലേ? അത് ഞാൻ പെട്ടെന്ന് വെയിറ്റ് കൂടുന്ന ഒരു ടൈപ്പാണ്. ആ സമയത്ത് പെട്ടെന്ന് വണ്ണം വെക്കുന്നതല്ലേ എന്നെ പോലെ. വെരി ഗുഡ്. ആരെങ്കിലും ഒരാൾ എനിക്ക് കൂട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ മെലിയാൻ വേണ്ടി ഒന്നും ചെയ്യാറില്ല. എനിക്ക് താല്പര്യമില്ല. ഈ സിനിമയ്ക്ക് വേണ്ടി അനശ്വര കുറച്ച് വണ്ണം വെച്ചായിരുന്നു. 2 കാലഘട്ടം പറയുന്ന സിനിമയാണ്. അതായത് പ്രസന്റും പിന്നെ സ്കൂളും. അപ്പം പ്രസന്റിന് വേണ്ടിയിട്ട് ദീപക് വണ്ണം വെച്ചോ? ഇച്ചിരി വണ്ണം വെച്ചായിരുന്നു. എന്നിട്ട് വീണ്ടും പാസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച്, പ്രസന്റിന് വേണ്ടി ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കുറയ്ക്കുന്ന സമയത്തെ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. നടക്കും നാളെ? എന്തൊക്കെ ചെയ്യണം? ഡയറ്റ് ഒക്കെ നോക്കിയിട്ട് ഇത്ര നല്ലതായിട്ട് ആയില്ലേ ടച്ച്? ഞാൻ കുറച്ചു കാലം കിക്ക് ബോക്സിംഗ് ഉണ്ടായിരുന്നു. അത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആയിരുന്നില്ല. ബിടെക് കഴിഞ്ഞപ്പോൾ ഇച്ചിരി തടി കൂടിയെന്ന് എനിക്ക് തോന്നിയിട്ട് കിക്ക് ബോക്സിംഗ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഈ സിനിമ വന്നപ്പോൾ ഒരു ട്രെയിനർ വെച്ചിട്ട് ക്രോസ് ഫിറ്റ് ട്രെയിനിങ്ങും പിന്നെ ഡയറ്റും. രാവിലെ ഓട്സ് മാത്രം, ഓട്സ് മാത്രം, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഒരു 11-11:30 ഒരു ഓറഞ്ച് ജ്യൂസ്, ഉച്ചയ്ക്ക് ഒരു 3 ചപ്പാത്തി, ചിക്കൻ എന്തെങ്കിലും, പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ ജ്യൂസ് കഴിക്കില്ല. പിന്നെ വൈകിട്ട് ഒരു 7 മണി 7 മണി ആ സമയത്ത് ഹെവി അല്ലാത്ത ചെറുതായിട്ട് ഒരു ഇല്ല കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ഇത് ഭയങ്കര പ്രശ്നം വരുമ്പോൾ നമ്മൾ കഴിക്കും. അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ അൽഫാമോ. 7 മണിക്കോ? 7 മണി. ഈ ഡയറ്റ് കൊള്ളാം. ക്വാർട്ടർ അൽഫാം. ഞങ്ങൾക്ക് കഷ്ണം കിട്ടിയാൽ മതി. ഈ പരിപാടി കൊള്ളാലോ. രാവിലെ മാത്രമേ ഉള്ളൂ പട്ടണ ഇടുന്നത്. ഞാൻ വിചാരിച്ചു പക്ഷെ എല്ലാ ദിവസവും ഇല്ല, ചില ദിവസം സാലഡ്സ് മാത്രം.
എന്നാ ആ ദിവസം ഞാനിത് മെനക്കെട്ട് പറയാം, അയ്യോ എനിക്ക് വിശക്കുന്നേന്ന് ഞാൻ കിടന്ന് കരയേണ്ടി വരും. അത് പക്ഷെ നല്ലോണം കുറഞ്ഞു മോനെ. വർക്കൗട്ടും ഉണ്ടായിരുന്നു ഒരു ഈ ആഹാരം തരാതെ പിന്നെ വർക്കൗട്ട് ക്ഷീണം വരികയല്ലേ? ആദ്യത്തെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ അതൊന്ന് സെറ്റായി. അല്ലേ? ഈ ചായയും കാപ്പിയും ഒന്നും നോക്കുകയില്ല? ചായ ഷുഗർ കുറച്ചായിരുന്നു നന്നായിട്ട്. ചായ വല്ലപ്പോഴും, ചായ കുടിക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നുന്ന സമയത്ത് ആക്ച്വലി പഞ്ചസാര കഴിച്ച വണ്ണം വെക്കും. വണ്ണം വെക്കുന്നു പറയുന്നത് സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ സാധാ പഞ്ചസാര കേട്ടു, കറക്റ്റ് ആണെന്ന് അല്ലാതെ നമ്മൾ ഈ ചോക്ലേറ്റ്സ് അങ്ങനെ ഒന്നും തിന്നണ്ട, ഈ പഞ്ചസാര കൂട്ടിയാൽ നല്ലോണം വണ്ണം. ചായയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയത്ത് കുറെ ഷുഗർ അധികം യൂസ് ചെയ്തിട്ടില്ല. രാവിലെ ചായക്ക് ഇല്ല, ഗ്രീൻ ടീ മാത്രമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ശരിക്കും ഈ സിനിമ വന്ന സമയത്ത് ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ, എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ +1 എന്ന് പറഞ്ഞിട്ട് പ്രസന്റിൽ നിൽക്കുന്ന പോലെ തന്നെ ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണുന്നവർക്ക് ഒന്നും ഫീൽ ചെയ്യില്ല. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെടാന്ന്, ഒരുപാട് കാലം കഷ്ടപ്പെട്ടു. നല്ലതാ അത്. എന്നാന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരക്ടറിന് വേണ്ടി നമ്മുടെ ബോഡിയും നമ്മുടെ എല്ലാം ശരിയാക്കി എടുക്കാന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ട്രൂ ഡെഡിക്കേഷൻ ടുവേർഡ്സ് എ ക്യാരക്ടർ അല്ലേ? സിനിമ കാണുമ്പോൾ നമുക്ക് തന്നെ ഇപ്പം ബാക്കിയുള്ളവർക്ക് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ എനിക്ക് തന്നെ കാണുമ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് മെഞ്ഞിട്ട് പിന്നെ അത് നമുക്ക് എത്രയായാലും നമ്മളെ തന്നെ അനലൈസ് ചെയ്യണമല്ലോ, നമ്മൾ ചെയ്ത് കറക്റ്റ് ആയോ. ഈവൻ ആക്ടിങ്ങിലായി പോയാലും നമ്മുടെ അപ്പിയറൻസിലായാൽ പോലും എല്ലാം നമ്മളെ തന്നെ വിലയിരുത്തണം. അത് ശരിയായില്ല എന്ന് തോന്നിയാൽ നമുക്ക് നെക്സ്റ്റ് അടുത്ത പടത്തിൽ അത് ശരിയാക്കി എടുക്കണമല്ലോ. മോക്ക് അങ്ങനെയൊക്കെ വല്ലതും തോന്നിയോ? ഫസ്റ്റ് മൂവി ആയതുകൊണ്ടും ആങ്സൈറ്റിയുടെ പുറത്തായിരിക്കാം, പക്ഷെ എന്നാലും. പക്ഷെ ഞാൻ ആദ്യം ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനിലാണ് ഞാൻ പറഞ്ഞത്. ദീപകേട്ടൻ പറഞ്ഞു അറിയുന്ന പോലെ പറഞ്ഞാൽ മതി, ടെൻഷൻ ഒന്നും അടിക്കണ്ട. അപ്പൊ ആ ഒരു കൂളായിട്ട് ഇങ്ങനെ പറയാൻ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. വിവേകേട്ടനാണെങ്കിലും ഫുൾ സപ്പോർട്ടായിരുന്നു. എല്ലാം പറഞ്ഞൊക്കെ തരും, ഫ്രണ്ട്ലി ആയിരുന്നു, ആരും സ്ട്രിക്റ്റ് ഒന്നുമില്ല. വിവേകിന്റെ ഫസ്റ്റ് സിനിമയാണ് ജിത്തു സാറിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തത്. വിവേകിന്റെ ഫസ്റ്റ് സിനിമ. പിന്നെ അവന്റെയും എല്ലാവരുടെയും ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലമെന്റ്സ് ഈ സിനിമയിലുണ്ട്. അപ്പം ഇപ്പൊ അവൻ പറയുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ എനിക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിൽ അതൊക്കെ ആൾക്കാർക്ക് കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നു. ശരിക്കും ഒരു ഒറിജിനാലിറ്റി അല്ലേ? ശരിക്കും ഒരു ഫീൽ ചെയ്യുന്നാണ് വിശ്വാസം. ഫീൽ ചെയ്യും. അത് ഇത്രയും നല്ലതായിട്ട് ചെയ്തിട്ട് അതിനു വേണ്ടി, ആ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടില്ലേ, അപ്പൊ പിന്നെ എത്രയായാലും നാച്ചുറൽ. ഡയറക്ടറിന്റെ ആർട്ടിസ്റ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അതിന് ടെൻഷനൊന്നും വേണ്ട. പിന്നെ ദീപക് ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടമായത്? അങ്ങനെ തട്ടത്തിൻ മറയത്തെന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു ഇപ്പോഴും ആൾക്കാർ കണ്ടപ്പോൾ പറയുന്നത്. പിന്നെ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം ഒറ്റമുറി വിളിച്ചെന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അതിൽ ഒരു ലീഡ് ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അതെനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. പിന്നെ രക്ഷാധികാരി ബൈജുവിലെ ക്യാരക്ടർ. ഇപ്പൊ ഇനി ഒരു കാര്യം ചെയ്യുന്നത്, ഇപ്പം അപ്കമിങ് ആക്ടറാണ്, ഒരു ഹീറോ ആണ്, ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ക്യാരക്ടർ? അങ്ങനെ ഇല്ല ശരിക്കും പറഞ്ഞാൽ. സിനിമ ചെയ്യാൻ നല്ല ക്യാരക്ടർ ഇപ്പം ഞാൻ ഈ സിനിമ തന്നെ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ സിനിമ ആദ്യം എന്നോട് സംസാരിച്ചപ്പോൾ എന്നോട് ഇതിൻ്റെ പ്രൊഡക്ഷൻ ലീജ മാമാണ് നമ്മുടെ ബിടെക് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാമാണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും വയസ്സുണ്ട്, അത്രയും വയസ്സാവണമെങ്കിൽ പറ്റും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു ക്ലീൻ ഷേവ് ചെയ്ത് എന്തെങ്കിലും ഫോട്ടോസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു പഴയ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ കുറച്ച് കാലം മുന്നേ ഉള്ള ഫോട്ടോ ആണ്. അപ്പോൾ ഇത് മതി, ഇത് നീ കാര്യം കേക്ക് എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കേട്ടപ്പോൾ കൊള്ളാം, പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്തു, തടി കുറച്ചു. ദീപക് ശരിക്കും ഒരു ഹീറോ ആയിട്ടാണ് ചെയ്തത്. ശരിക്കും ഒരു സാധാരണ നമ്മളൊരു ഹീറോയോ ഹീറോയിനോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറെ ഒരു നെഗറ്റീവ് ക്യാരക്ടറിലേക്കോ അല്ലെങ്കിൽ ഒരു സൈഡ് ക്യാരക്ടറിലേക്കോ പോകാൻ ഇച്ചിരി മടിക്കും. എന്നാൽ നല്ലൊരു ക്യാരക്ടർ വന്നാലോ ഒരു നെഗറ്റീവ് ക്യാരക്ടർ വരുമ്പോഴോ ഹീറോ വേണ്ട ഇത് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ദീപക് പിന്നെ ഉറപ്പായിട്ടും. കാരണം എന്ത് ക്യാരക്ടർ വന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട ചെയ്യുന്നതിന് നല്ലതാ. കാരണം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോൾ ഷർഫലി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഷർഫക്ക ഇവിടെ ഇപ്പോൾ മലപ്പുറത്തെ പോലീസ് ഓഫീസറാണ്. പുള്ളി പണ്ട് സത്യൻ സാറിൻ്റെ കൂടെയൊക്കെ കളിച്ച്, VP സത്യൻ്റെ കൂടെയൊക്കെ കളിച്ചതാണ്. അപ്പോൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞ് സിനിമ റിലീസായ സമയത്ത് പുള്ളി എന്നെ വിളിച്ചു, ഷർഫക്ക വിളിച്ചിട്ട് എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ല, ഞാൻ സിനിമയ്ക്ക് മുന്നേ ഞാൻ പുള്ളിനെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ പടം കണ്ടു, എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു
നിങ്ങൾ ചെയ്യുന്ന കുറച്ച് മാനറിസം ഫീൽ ചെയ്തു എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഞാൻ വെച്ചു ശരിക്കും നല്ലൊരു അപ്രിസിയേഷൻ. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റ് അവാർഡിൽ വന്ന പടമല്ല, എനിക്ക് അവാർഡ് കിട്ടുകയും ചെയ്തു. ഈ ശരിക്കും വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജയേട്ടന് കിട്ടിയിരിക്കുന്ന ക്യാപ്റ്റനാണ്. അതിനകത്ത് ശരിക്കും ഒരു പങ്ക് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. മാത്രമല്ല ഇത്രയും നല്ല അപ്രിസിയേഷൻ. കാര്യം ദീപകിനെ സ്പെഷ്യൽ നോട്ടീസ് ചെയ്ത മാനറിസംസ് നമുക്ക് തോന്നി എന്ന് പറയുമ്പോൾ അല്ല, ഒരു ചിലപ്പോൾ ഒരു സിനിമ ഫുൾ സിനിമയിൽ ഒരു ലീഡ് ക്യാരക്ടർ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ആരും പറയില്ലായിരിക്കാം. അപ്പോൾ അല്ല, അപ്പൊ ദീപകിന് ഇഷ്ടമാണ്. യു വോണ്ട് ബിക്കം എ ഗുഡ് ആക്ടർ. അത് ഹീറോ ആവണം എന്നില്ല, എല്ലാം നല്ല. മോക്കോ ഹീറോയിനായിട്ട് തന്നെ തുടർന്ന് പോകാനാണ് ഇഷ്ടം? അത് നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും. ഓക്കെ. അപ്പൊ ഈ ഇടയിലൊന്നും അമ്മ കെട്ടിക്കാനുള്ള താല്പര്യമൊന്നും ഇല്ല അമ്മയ്ക്ക്? വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് അടുക്കണില്ല. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു ആക്ടറായിട്ട് നമ്മൾ ഫീൽഡിലേക്ക് വന്നിട്ട്, ഒരു ആക്ട്രസ് ആയിട്ട് ഫീൽഡിലേക്ക് വന്നിട്ട് പെട്ടെന്ന് കെട്ടിപ്പോയാ വരും, തിരിച്ചു വരും? അങ്ങനെ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ഇല്ല. അച്ഛനും അമ്മയൊന്നും ഇപ്പൊ ആലോചിച്ച് തുടങ്ങിയതേ ഉള്ളൂ. സിനിമ വന്ന ഉടനെ അച്ഛനും അമ്മ എന്നാ പണി കാണിക്കുന്നത്? ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെ അധികം കാണാൻ പറ്റില്ലല്ലോ, കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ പോണ്ടേ? അതുകൊണ്ട് അമ്മ എന്നാ പറഞ്ഞു, ഇപ്പൊ ആലോചിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും മൂവി റിലീസൊക്കെ ആവട്ടെ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഇഷ്ടപ്പെട്ട ഭക്ഷണം ചോദിച്ചേ, എത്ര മടുപ്പ് വരാത്തത് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെ പറയുമായിരിക്കും അല്ലേ? ബിരിയാണി തന്നെ പറയോ? മിക്കവാറും വീട്ടിൽ അമ്മ നല്ല ബിരിയാണി വെക്കും. വീട്ടില് അമ്മ ബിരിയാണി അധികം വെക്കാറില്ല. എല്ലാ പിള്ളേരും അമ്മമാരുടെ നിന്ന് കിട്ടുന്ന ഏക ഒരു ചീത്ത അതേ ഉള്ളൂ, വീട്ടിലുണ്ടാക്കിയാൽ തിന്നുവല്ല, പുറത്തു പോയി തിന്നാൻ എന്നാ ഇഷ്ടാന്നറിയോ? മോക്കോ? വീട്ടില് ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. പിന്നെ പുറത്തു പോയിട്ട് കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അല്ലേ. ഈ പറയുന്ന ഞാനാണെങ്കിലും അത് തന്നെയായിരിക്കും. ഏത് നേരവും നമ്മൾ വീട്ടിൽ നിന്നിരുന്നേൽക്കൂടെ ഒരു ചേഞ്ച് അല്ലേ? ഓക്കെ. ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാ ദീപിന്? മനോഹരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, വിനീതനാണ് അതിന്റെ ഹീറോ. അതിലും ഒരു പിന്നെ നാച്ചുറൽ വിനീത് ഉള്ളപ്പോ പിന്നെ ദീപക് ഇല്ലാതിരിക്കുകയല്ല. കാര്യം നിങ്ങളുടെ കൂട്ടുകെട്ട് അങ്ങനെയാന്നു. ഇനി തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, ദീപകിനോട് ഒരു ഹീറോയിൻ വേണമെന്ന് പറഞ്ഞപ്പോ ആരെ പറയും? മാറ്റി പറയണം. അങ്ങനെയും ചെയ്യാം, നയൻതാര പോരെ. പോയി മക്കളെ, നിന്നെ അവിടുന്നൊക്കെ പിന്നെ നിങ്ങളിങ്ങനെ പല സ്ഥലത്ത് ആണ് ഷൂട്ടിങ്ങിനെല്ലാം പോകുന്നത്. അപ്പം ഈ ഫുഡിന്റെ ഒക്കെ മാറും. ഇല്ല, എന്റെ ഷൂട്ട് നടന്നത് മൊത്തം തലശ്ശേരിയിലായിരുന്നു. അത് ആദ്യത്തേത്. ഇനി ഭാവിയിലത്തെ കാര്യം ഞങ്ങൾ പറഞ്ഞ. ഓക്കെ, ഭാവിയിലത്തെ. അപ്പൊ ഈ ഫുഡിനോടൊക്കെ ഫസ് അങ്ങനെ ഒന്നുമില്ല? ഇല്ല, എന്തായാലും എബ്രോഡിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്? പോയിട്ടില്ല, പോയാൽ കഴിക്കും. ഏത് ഫുഡും ഇവിടെ പലരും വന്നേച്ചു പറഞ്ഞേ, ഈ പറഞ്ഞ പോലെ ഞണ്ടിനെയോ അല്ല, ഞണ്ടല്ല, പാമ്പ്, ഓക്ടോപ്പസ്, പിന്നെ വിട്ടിലില്ലേ, അങ്ങനത്തെ ഒക്കെ തിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യടാ. കഴിക്കാനായിട്ട് കഴിക്കൂല, വിശപ്പുണ്ടെങ്കിൽ കഴിച്ചു പോയി ചിലപ്പോ, അത്രേ ഉള്ളൂ. വേണമെന്ന് വെച്ചിട്ടല്ല, വിശന്നിട്ട് എന്തേലും തിന്നണ്ടേ? ഒന്നും കിട്ടിയില്ലെങ്കിൽ കഴിക്കും, അത്രേ ഉള്ളൂ. അല്ല, ഇത് കഴിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ കഴിക്കില്ല. എനിവേ, ഞാൻ ഒരു കാര്യം പറയാം, നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ മോള് ചെയ്യണം. ഓക്കെ, നല്ലൊരു ഹീറോയിനായിട്ട് ഞാൻ കാണണ്ടേ? നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ. അവസാനം ദീപക് വന്ന് ചോദിക്കണം അനശ്വര അടുത്ത്, ഒരു ഡേറ്റ് തരുമോ അനശ്വര? അല്ല, ശരിക്കും ഈ സിനിമയില് നമ്മളൊരു ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാൾ അഭിനയിക്കുന്ന പോലെ തോന്നുന്നില്ല. ഇപ്പൊ ഇത് സിനിമ ഇറങ്ങിയിട്ടില്ല, സിനിമ ഇപ്പൊ ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ഒരാളാണ് ഇതിൽ അഭിനയിച്ചതെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. അങ്ങനെ 5 വർഷം പഠിച്ചത് അല്ലേ? പക്ഷെ എന്തായാലും സന്തോഷമുണ്ട്. ഒരു ഫിലിമിന്റെ ഇതായാലും അതിന്റെ വിശേഷങ്ങൾ പറയാനും നീ ഇവിടെ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അറ്റ്ലീസ്റ്റ് ദീപക് പോകുന്ന വഴിക്ക് ചാടിക്കയറി ഞങ്ങളോട് വിശേഷം പറഞ്ഞേച്ചല്ലേ പോകുന്നത്. ഐ എം സോ ഹാപ്പി. കൂട്ടത്തിൽ അനശ്വരെ കൂട്ടിയാലും വെരി ഹാപ്പി. താങ്ക് യു വെരി മച്ച് മോനെ. ഓൾ ദി ബെസ്റ്റ്.